നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഭാഗ്യം എന്നത് ഏവർക്കും വളരെ ലളിതമായോ അല്ലെങ്കിൽ വളരെ വേഗത്തിലോ എളുപ്പത്തിലോ ഒന്നും നേടിയെടുക്കാൻ കഴിയുന്നതല്ല ഭാഗ്യം. ഒരുപാട് പ്രയാസപ്പെട്ടും കഷ്ടപ്പെട്ടും ഒക്കെ ലഭിക്കുന്നതാണ് ഭാഗ്യം. അപ്പോൾ നമ്മൾ പലപ്പോഴായി പറയാറുണ്ട്, ഞാനൊരു ഭാഗ്യം കെട്ടവനാണോ അല്ലെങ്കിൽ എനിക്ക് ഭാഗ്യം ലഭിക്കുന്നില്ല എന്നൊക്കെ വ്യസനിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അതേപോലെ തന്നെ ചില ആളുകൾക്ക് ജനിച്ച അന്ന് വായിൽ സ്വർണ്ണക്കരണ്ടിയായിട്ട് ജനിച്ചെന്ന് നമ്മൾ പറയാറില്ലേ, അത് ജീവിതത്തിൽ ഉടനീളം അവർക്ക് ഭാഗ്യം ലഭിക്കാനുള്ള ഒരു ഭാഗ്യവും ചില ആളുകൾക്ക് കാണും. ചിലവർക്കാകട്ടെ ജീവിതത്തിൻ്റെ മധ്യഭാഗത്തായിരിക്കും ഭാഗ്യം, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ ആയിരിക്കും ചിലപ്പോൾ ചില ഭാഗ്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ചിലർക്കാകട്ടെ ഒരു ഭാഗ്യവും ഉണ്ടാകാതെയും പോകുന്നുണ്ട്. എല്ലാം തലയിലെഴുത്തെന്ന് പറഞ്ഞ് നമ്മൾ പറയാറുണ്ട്. അത് ഒരു മൊത്തത്തിലൊന്ന് പറയാവുന്നേ ഉള്ളൂ. എങ്കിലും ഭാഗ്യം എന്ന് പറയുന്ന ഒരു ഘടകം ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഭാഗ്യം പരീക്ഷിക്കാനായി ഇന്നത്തെ കാലത്ത് ആളുകൾ ചെയ്യുന്ന ഒരു കാര്യം ലോട്ടറി എടുക്കുകയാണ്. ലോട്ടറി എടുത്ത് അടിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ലോട്ടറി അടിക്കാത്തവർ ധാരാളമുണ്ട്. അടിക്കുന്നവർ വിരളമാണ്, അടിക്കാത്തവരാണ് ഇപ്പോൾ കൂടുതലും. നേരത്തെ കുറച്ച് നാൾ മുന്നേ വരെയൊക്കെ ധാരാളമായി ലോട്ടറി അടിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഇടക്കാലത്തായി ലോട്ടറി അടിക്കുന്നില്ല, ലോട്ടറി ഭാഗ്യം എനിക്ക് ലഭിക്കുന്നില്ല, അതിനായി ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എൻ്റെ ലക്കി നമ്പർ ഏതാണെന്നൊക്കെ ചോദിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അപ്പോൾ ലോട്ടറി എടുത്ത് ഇങ്ങനെ പൈസ ധാരാളമായി കളയുന്ന ആളുകളുമുണ്ട്. അങ്ങനെ ഒരുപാട് ലോട്ടറി എടുക്കുന്നതിനോടൊന്നും യോജിപ്പ് പറയാൻ സാധിക്കുകയില്ല. ലോട്ടറി എടുക്കാൻ ഒരു മിതമായ രീതി, ഒന്നോ രണ്ടോ ഒക്കെ എടുക്കുന്നത് കുഴപ്പമില്ല. പക്ഷേ ഇതൊരു ജോലി ചെയ്ത് കിട്ടുന്ന വേതനം മുഴുവൻ ലോട്ടറി എടുക്കുന്നതിനായി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്യുന്നതിനോടൊന്നും യോജിക്കാൻ കഴിയുന്നതല്ല. എങ്കിൽ പോലും മനുഷ്യൻ്റെ ആഗ്രഹമാണ്. എടുക്കുന്ന ഒരു ലോട്ടറി ഒരു 500 രൂപയാണെങ്കിൽ പോലും ധനമാണ്. നമ്മൾ കയ്യിലൊന്നും ഇല്ലാതിരിക്കുന്ന നേരത്താണ് ഈ 500 രൂപ കിട്ടുമെങ്കിൽ വലിയ കാര്യമാണ്. 5000-ൻ്റെ വിലയുണ്ടാവും, അല്ലെങ്കിൽ 5 കോടിയുടെ വിലയുണ്ടാവും നമുക്ക് ആ നിമിഷം ആ ഒരു 500 രൂപയ്ക്ക്. അതുകൊണ്ട് തന്നെ ലോട്ടറി അടിക്കാനായി എന്ത് ചെയ്യാം എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് ധാരാളം ഉള്ളത്. അപ്പോൾ അവർക്കായിട്ടുള്ള ഒരു ചെറിയ ടിപ്പ് അല്ലെങ്കിൽ ടിപ്സ്, ഒരു ടിപ്പാണ്, അല്ലെങ്കിൽ ചെറിയ ഒരു നുറുങ്ങു വഴിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ അത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. എന്ത് കാര്യത്തിനും ആദ്യം വേണ്ടത് ശുഭാപ്തി വിശ്വാസമാണ്. കാരണം നമ്മൾ ആ ചെയ്യുന്ന പ്രവൃത്തി, അതിൽ വിജയം ലഭിക്കണമെങ്കിൽ ശുഭാപ്തി വിശ്വാസം, അതിൽ എനിക്ക് ജയിക്കാൻ സാധിക്കുമെന്നൊരു വിശ്വാസമാണ് ഏത് കാര്യത്തിൻ്റെ അടിസ്ഥാനം. അത് ഒരു ജോലിയാകട്ടെ, അല്ലെങ്കിൽ ലോട്ടറി എടുക്കുന്നതിൽ ഏതിനും എടുക്കുമ്പോൾ ഇതെനിക്ക് അടിക്കത്തില്ല എന്നൊരു ചിന്തയിൽ അതിനൊരു വേസ്റ്റായിട്ട് എവിടെയെങ്കിലും കൊണ്ട് ചുരുട്ടിക്കളയുകയല്ല വേണ്ടത്. അത് നമ്മൾക്ക് അടിക്കും. ഇതിനകത്ത് നിന്ന് എനിക്കൊരു ഫസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ പോലും ഒരു സമാശ്വാസ സമ്മാനം എന്ന് പറയുന്ന ഒരു തുകയെങ്കിലും ലഭിക്കുമെന്നൊരു പ്രതീക്ഷ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ആ സാധനത്തിനോട് നമുക്കൊരു വിശ്വാസമുണ്ട്. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്നൊരു ചൊല്ല് പോലും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത് വിശ്വാസത്തിന് അത്രത്തോളം വിശ്വാസം അർഹിക്കേണ്ട തരത്തിലുള്ള ഒരു പ്രാധാന്യവും ഈ വിശ്വാസം എന്ന കാര്യത്തിനുണ്ട്. അത് വെറും ഒരു വാക്ക് മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയോട് എത്രത്തോളം അർപ്പണ ബോധത്തോടെ ചെയ്യുന്നു അതിന് ഫലം സുനിശ്ചിതമായി ലഭിക്കും. അത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന എത്രത്തോളം ആത്മാർത്ഥതയോടെ നമ്മളൊരു കാര്യം ചെയ്യുന്നു, അതിന് പ്രപഞ്ചം വരെ നമ്മൾക്കൊപ്പം നിൽക്കും, ഭഗവാന്റെ അനുഗ്രഹം വരെ ഉണ്ടാകും. പക്ഷെ നമ്മൾ ലേസി ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഒരു തരത്തിലുള്ള ഗുണങ്ങളോ, നമ്മൾ ചെയ്യുന്ന ഒരു എക്സാമ്പിൾ പറയാം. പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ട് പോയി എഴുതുന്ന ഒരു വ്യക്തിയും പഠിക്കാതെ പോയി എഴുതുന്ന വ്യക്തിയും തമ്മിലുള്ള ഡിഫറൻസ് തന്നെ നമ്മൾക്ക് അതിനകത്ത് നിന്ന് പറയാം. കാരണം പഠിച്ചുകൊണ്ട് പോകുന്നവൻ അവൻ ഫുൾ മാർക്ക് കിട്ടും, പഠിക്കാത്തവനാ എന്തെങ്കിലും പോയി പരീക്ഷയ്ക്ക് എഴുതും. റിസൾട്ട് വരുമ്പോൾ അവൻ്റെ മനസ്സിൽ അവനും പറയും ഞാൻ ജയിക്കും, അല്ലെങ്കിൽ ജയിക്കണേ എന്ന് പറയും. പക്ഷേ അവൻ അവിടെ കർമ്മം ചെയ്തിട്ടുണ്ടോ? അവൻ്റെ കർമ്മം എന്താണ്? അവൻ പരീക്ഷ പഠിക്കുക, പാസ്സാവുക, അത് പേപ്പറിൽ എഴുതണമെങ്കിൽ എഴുതി കഴിഞ്ഞാലേ അത് പാസ്സാകുകയുള്ളൂ. പക്ഷെ അവൻ ആ കർമ്മം ചെയ്തിട്ടില്ല. അപ്പോൾ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല, കാര്യത്തിലേക്ക് കടക്കാം. നമ്മൾക്ക് ഇപ്പോൾ ആവശ്യം ലോട്ടറി അടിക്കാനായി ചെയ്യാൻ കഴിയുന്ന, അല്ലെങ്കിൽ നമുക്ക് ലോട്ടറി ഭാഗ്യം ലഭിക്കാൻ നമ്മളാൽ കഴിയുന്ന ചെറിയൊരു നുറുങ്ങു വിദ്യ പറഞ്ഞു തരാം. അപ്പോൾ അതിന് ആദ്യം വേണ്ടുന്നത് വരയിടാത്ത ഒരു വെള്ള ബുക്ക് അല്ലെങ്കിൽ ഒരു പേപ്പർ ആവട്ടെ. ആ ഒരു പേപ്പർ എടുക്കുക. അതിൽ പച്ച അല്ലെങ്കിൽ ചുവപ്പ് മഷിയുള്ള പേനയും കൂടാണ് നമ്മൾക്ക് വേണ്ടത്. അപ്പോൾ ഒരു വെള്ള പേപ്പർ, അതേപോലെ തന്നെ പച്ചയോ അല്ലെങ്കിൽ ചുവപ്പ് നിറത്തിലുള്ള ഒരു പേന. അപ്പോൾ ഈ 2 സാധനങ്ങളുമാണ് നമ്മൾക്ക് വേണ്ടുന്നത്. അതിനുശേഷം നമ്മൾക്ക് ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ
നമുക്ക് എത്രത്തോളം സന്തോഷവും അല്ലെങ്കിൽ മനസ്സിന് ഭയങ്കര സന്തോഷമല്ലേ ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ വരുന്നത്. അപ്പോൾ അത്രത്തോളം സന്തോഷം നമ്മുടെ മുഖത്തും മനസ്സിലും വരുത്തേണ്ടത് അത്യാവശ്യമാണ്. കാരണം നമ്മൾക്ക് ലോട്ടറി ഒരു ഒരു ഭീമമായ തുക നമ്മൾക്ക് ലോട്ടറി അടിക്കുന്നു. അപ്പോൾ അത് അടിച്ചു കഴിയുമ്പോൾ ആ വാർത്ത കേട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനകത്തൊരു സന്തോഷമുണ്ടാകും. ആ സന്തോഷം നമ്മൾ ഇമാജിൻ ചെയ്യണം, നമ്മുടെ മുഖത്തും അത് മനസ്സിലും വരണം. അങ്ങനെ ആ സന്തോഷത്തെ നമ്മൾ മുഖത്തും മനസ്സിലും വരുത്തിയതിന് ശേഷം എനിക്ക് ലോട്ടറി അടിക്കും, അതുപോലെ തന്നെ ഭാഗ്യം എന്നെ തേടി എത്തും എന്ന് ഈ ഒരു വാക്ക്, എനിക്ക് ലോട്ടറി അടിക്കും, അതേപോലെ തന്നെ എനിക്ക് ഭാഗ്യം തേടി എത്തും, അല്ലെങ്കിൽ എന്നെ തേടി ഭാഗ്യം എത്തും, ഇങ്ങനെയുള്ള ഈ ഒരു വാക്ക്, എനിക്ക് ലോട്ടറി അടിക്കും, എന്നെ തേടി ഭാഗ്യം എത്തും എന്ന ഈ വാക്ക് 51 പ്രാവശ്യം ആ വെള്ള പേപ്പറിൽ, അത് പച്ചയോ ചുവപ്പോ ഈ 2 മഷിപ്പേനകളിൽ ഏതെങ്കിലും ഒന്നുകൊണ്ട് 51 പ്രാവശ്യം ഒരു പേപ്പറിൽ, വെള്ള പേപ്പറിൽ എഴുതുക. അങ്ങനെ തുടർന്ന് 21 ദിവസം ഇത് തുടരേണ്ടതാണ്. അതിനുശേഷം ലോട്ടറി ഒന്ന് എടുത്തു നോക്കൂ, ഭാഗ്യം നിങ്ങൾക്ക് കടാക്ഷിക്കുമോ എന്ന് നമുക്കൊന്ന് പരീക്ഷിക്കാം. അത് എത്രത്തോളം ഇത് വിജയകരമായി ചെയ്ത ആളുകൾ, കുറച്ച് പേരൊക്കെ എൻ്റെ അടുത്ത് ചെറിയ ഒരു സംഖ്യയാണെങ്കിൽ പോലും ലോട്ടറി അടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് എത്രത്തോളം നമ്മൾ ആത്മാർത്ഥമായി ചെയ്യുന്നു, ഏതൊരു കാര്യത്തിനും ആത്മാർത്ഥമായി നമ്മൾ ചെയ്യുമ്പോൾ മാത്രമേ അതിൻ്റെ ഫലം ലഭിക്കുകയുള്ളൂ. അപ്പോൾ ലോട്ടറി അടിക്കാനായി ആഗ്രഹിക്കുന്നവർക്ക് ഇത് ചെയ്തു നോക്കാവുന്ന വളരെ സിമ്പിളായ എളുപ്പമായ ഒരു കാര്യമാണ്. നമുക്ക് അത്യാവശ്യമായി വേണ്ടുന്നത് വെള്ള പേപ്പറും അതേപോലെ ചുവപ്പോ അല്ലെങ്കിൽ പച്ചയോ നിറത്തിലുള്ള മഷിയുള്ള പേനയുമാണ്. ഇത് രണ്ടുമാണ് ആവശ്യം. എന്നിട്ട് ഈ പറഞ്ഞ കാര്യം, എനിക്ക് ലോട്ടറി അടിക്കും, ലോട്ടറി ഭാഗ്യം എന്നെ തേടി എത്തും എന്ന ഈ വാക്ക് 51 തവണ 21 ദിവസം മുടങ്ങാതെ എഴുതുക. 51 തവണ, അധികം ഒന്നുമില്ല, 51 തവണ എഴുതി കഴിയുമ്പോൾ അതിനുശേഷം പോയി നമ്മൾ ലോട്ടറി എടുത്തു നോക്കൂ. ഫലം എന്താണ് നിങ്ങൾക്ക് അതിനുശേഷം ഫലം ഉണ്ടാകുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മൾക്ക് പരീക്ഷിച്ച് എത്ര ആളുകൾക്ക് അതിൽ നിന്ന് ഒരു റിസൾട്ട് കിട്ടിയെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങളത് റിസൾട്ട് പറയുമ്പോൾ ഒരു കമൻ്റായിട്ടെങ്കിൽ നിങ്ങളത് രേഖപ്പെടുത്തുമ്പോൾ മറ്റുള്ള ആളുകൾക്കും അത് എടുക്കാനും അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കാനും ഒക്കെയുള്ള ഒരു പ്രചോദനമാവുകയും ചെയ്യും. അപ്പോൾ ഈ പ്രവൃത്തി നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന കാര്യം നമ്മൾ ഇമാജിൻ ചെയ്യണം. കാരണം നമ്മൾക്ക് ആ ലോട്ടറി കിട്ടുമ്പോൾ നമ്മൾ എത്രത്തോളം സന്തോഷവാനാണ്, അത് മുഖത്തായാലും മനസ്സിലായാലും ആ സന്തോഷത്തെ കൊണ്ടുവന്നതിന് ശേഷം എനിക്ക് ലോട്ടറി അടിക്കും, എന്നെ ലോട്ടറി ഭാഗ്യം തേടി എത്തും എന്നുള്ള ഈ വാക്ക് 51 തവണ എഴുതുക. അപ്പോൾ നമ്മൾ അത്രത്തോളം ആത്മവിശ്വാസത്തോടു കൂടിയാണ് ആ കാര്യം ചെയ്യേണ്ടത്. ചെയ്താൽ മാത്രമേ നമ്മളുടെ ആത്മവിശ്വാസമാണ് അതിന് ഫലമായി മാറുന്നത്. അപ്പോൾ 51 പ്രാവശ്യം ഇങ്ങനെ എഴുതി നമ്മളുടെ ഈ മനസ്സിലെ ആഗ്രഹം, ലോട്ടറി അടിക്കണം എന്നുള്ള ആഗ്രഹം എഴുതിയതിന് ശേഷം ലോട്ടറി എടുത്തു നോക്കൂ, നിങ്ങൾക്ക് അതിനൊരു ഫലം ലഭിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അത് ലഭിച്ചതിന് ശേഷം കമൻ്റായിട്ട് നിങ്ങളുടെ അനുഭവം ഒന്ന് രേഖപ്പെടുത്താൻ കൂടി ശ്രമിക്കണം. അപ്പോൾ ഏവർക്കും അതൊരു അനുഭവമായി, അല്ലെങ്കിൽ നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന ചെറിയ ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ പ്രധാന ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ഏത് കാര്യത്തിൽ ചെയ്യുമ്പോഴും ശുഭാപ്തി വിശ്വാസം വേണം എന്നതുകൂടി ഒരു വസ്തുത ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ശുഭാപ്തി വിശ്വാസത്തോടെ ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോഴും, നാളെ ഇന്ന് വിഷമങ്ങൾ ഉണ്ടായെങ്കിലും നാളെ അത് മാറി ഭഗവാൻ ഒരു അനുഗ്രഹം നമ്മൾക്ക് തരും എന്നൊരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി വേണം പ്രാർത്ഥനകളിൽ പോലും മുഴുകാനായിട്ട്. അപ്പോൾ ഏവർക്കും നല്ലൊരു വിജയകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നമസ്കാരം.